ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഹരിയുടെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആശ്വാസത്തിൽ നമ്മുടെ ബബിത ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ഫോണൊക്കെ അരകല്ലേ കൊണ്ടുവച്ച് ഇടിച്ച് ചതച്ച് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ബബിത സമാധാനത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോഴും ഹരി അവളെ പിന്തുടർന്ന് തന്നെ ഇങ്ങനെ നടക്കുക. ഈ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടിയുടെ അച്ഛനെ കാണാനായിട്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും കൂടെ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ചേട്ടന്മാരും ഒരു ചേച്ചിയൊക്കെ ഇരുന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ ഇതൊന്നുമില്ല, ഭയങ്കര ജാടയൊക്കെ എടുത്ത് പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇങ്ങനെ ആളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് വരുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന ചേട്ടന്മാർക്ക് മൊത്തത്തിലൊരു സംശയം, ഇതാരാ, എന്താ, എന്തിനു വന്നതാ, എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഇവർ വരേണ്ട കാര്യം എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അത് പിന്നെ എനിക്കിവരെ പറ്റിയൊന്നും വലിയ ധാരണയില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി അവിടെ ഇരിക്കുവാണ്. അതെല്ലാം കഴിഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസമ്മയും കൂടി നേരെ ചേട്ടൻ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ആരാ, എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഇന്നടുത്തുനിന്ന് വരികയാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി, കയറി വരാൻ പറഞ്ഞു. അപ്പോൾ രേവതിക്കുട്ടിയാണെ പേടിച്ച് ഇവരുടെ പുറകിലേക്ക് ഇങ്ങനെ നിൽക്കുക. ഒരു രക്ഷയില്ല, കാരണം ആരാണെന്നോ എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. പേടിച്ചിങ്ങനെ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയെ ചേർത്ത് പിടിച്ച പുറകിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുവാണ്. അപ്പോൾ ഇവർ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു എന്നും അദ്ദേഹം വിവരങ്ങളൊക്കെ പറഞ്ഞു എന്ന കാര്യമൊക്കെ അദ്ദേഹത്തിനോട് ഇവർ രണ്ടുപേരും കൂടെ പറയുക. അപ്പോൾ അച്ഛൻ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞായിരുന്നു എന്ന് ഇദ്ദേഹം ഇവരോടും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെയൊക്കെ ആയിരിക്കാം, ഇനി അധിക ദിവസമൊന്നും തനിക്ക് ജീവിതം ഇല്ല എന്ന് അദ്ദേഹം എന്നിട്ട് ഇവരോട് പറയുവാണ്. ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇവരുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നു. സാരമില്ല, വിധിയെ തോൽപ്പിക്കാൻ നമുക്കൊന്നും ആവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മയും മാമച്ചായനും അദ്ദേഹത്തെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വിധിയൊക്കെ താനായിട്ട് വരുത്തി വെച്ചതാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കുറേ സങ്കടത്തോടു കൂടി ഇങ്ങനെ അവരോട് സംസാരിക്കുക. പക്ഷേ ഇപ്പോൾ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണമെന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളോട് വരാൻ പറഞ്ഞതെന്നും അല്ലാതെ ഒരിക്കലും ഒരു അവകാശം പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും അല്ല എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇവരോട് പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും അവർ നല്ല മനുഷ്യരായതുകൊണ്ട് അവരാണെങ്കിൽ നല്ല രീതിയിൽ ഇയാളോട് പെരുമാറുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടിയോട് ഇങ്ങോട്ട് കയറി നിൽക്കാൻ പറയാം ഗ്രേസമ്മ. അപ്പം രേവതിക്കുട്ടി പേടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തിന് മകളെ കാണാനുള്ളൊരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എത്തി വലിഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ എത്തി വലിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും രേവതിക്കുട്ടി പതുക്കെ നടന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നു. കണ്ണിറയെ മകളെ അദ്ദേഹം കണ്ടു. രേവതിക്കുട്ടിക്കാണ് ഒന്നും മനസ്സിലാകുന്നില്ല. രേവതിക്കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അദ്ദേഹം അടുത്തേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ അടുത്തേക്ക് രേവതിക്കുട്ടി നിന്നപ്പോൾ തെറ്റുപറ്റിപ്പോയി, തിരുത്താനും എന്നെ കൊണ്ട് പറ്റിയില്ല, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയ്യിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടി കരയുക. ഇത് കണ്ടപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഗ്രേസമ്മയും മാമച്ചായനെ നോക്കുക. മാമച്ചായനും ഗ്രേസമ്മയ്ക്കും പേടിയായി, ദൈവമേ ഇയാളിനി ആ ഒരു അവസ്ഥയിൽ വല്ലതും വിളിച്ചു പറയുമോ എന്നുള്ളൊരു പേടിയിൽ അവരും ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്. മമച്ചായ നമുക്ക് പോകാം, മമച്ചായ നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിൽ ഗ്രേസമ്മ ഇങ്ങനെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കും കേട്ടോ. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയുടെ രണ്ട് കയ്യിലും ഇങ്ങനെ പിടിച്ച് രേവതിക്കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് എന്നെ ശപിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും രേവതിക്കുട്ടിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നുമില്ല. ഇദ്ദേഹം എന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും വന്നു കണ്ടല്ലോ, ഇനി ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ജസ്റ്റ് ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് വന്നത് എന്നും പറഞ്ഞിട്ട് മാമച്ചാനിങ്ങനെ അപ്പോൾ ശരിയെന്ന് ഇദ്ദേഹവും പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ രേവതിക്കുട്ടിയോട് കുറേ എൻ്റെ കുട്ടിക്ക് ഒരിക്കലും ഒരു ദോഷവും വരില്ല, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ അനുഗ്രഹമൊക്കെ ഇദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി. ഇവർ പോകുമ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഇദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിക്ക് ടാറ്റ കൊടുക്കുക കേട്ടോ. ടാറ്റ കൊടുത്ത് ഇദ്ദേഹം ഇവരെ പറഞ്ഞു വിട്ടു. താഴേക്ക് ഇറങ്ങി ചെന്നപ്പം ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് കുറേ എണ്ണങ്ങൾ അവിടെ ആ പെണ്ണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആണുങ്ങൾ ഇങ്ങനെയുണ്ട്. അവരെന്നിട്ട് ഇവരോട് ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. നിങ്ങളെന്താ, എന്തിനു വന്നതാ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് പറയണമെന്നറിയില്ല. ഈ ഇരിക്കുന്നവരൊക്കെ ആരാണെന്ന് പോലും അവർക്കറിയില്ല. പിന്നെ ആളെ കാണണമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഇത് ഞങ്ങളുടെ മോളാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. പക്ഷെ അപ്പോഴും എന്തൊക്കെയോ നമ്മളറിയാത്ത രഹസ്യങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ അവിടെ ഇരുന്ന് ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുവാണ്. അപ്പോൾ അയാളിൽ നിന്ന് തന്നെ സത്യങ്ങൾ അറിയാൻ പറ്റിയാൽ അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസമ്മയും കൂടെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആരാ, എന്താ അദ്ദേഹം അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി ബുദ്ധി ഇച്ചിരി കൂടുതലുള്ള കുട്ടി ആയതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കുന്നു. അപ്പോൾ ഏതാണെന്നൊന്നും ഇവർക്കും അറിയില്ല എന്നും പറഞ്ഞ് ഇവർ രേവതിക്കുട്ടിയോടും പറയുന്നു.
അങ്ങനെ ഇവർ നമുക്ക് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇവർ വണ്ടി കയറി പോരുകയും ചെയ്തു കേട്ടോ. ഇനി നിൽക്കുന്ന ഓരോ നിമിഷവും ഇവർക്ക് പ്രശ്നമാണെന്നുള്ള കാര്യം ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇവർ പോകുക. അങ്ങനെ ഇവർ അവിടുന്ന് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബബിത ഇങ്ങനെ വീട്ടിൽ കൂടെ നടക്കുന്ന സമയത്ത് ബബിതയുടെ പിന്നാലെ ഇങ്ങനെ ഹരി കൂടിയിട്ടുണ്ട്. ഹരി കൂടിയിട്ട് പൊന്നു മോളെ നീ എന്നാ വിചാരിച്ചേ എന്ന് ചോദിക്കുക. ഹരിയേട്ടൻ എന്നോട് സംസാരിക്കാൻ വരണ്ട, ഹരിയേട്ടൻ്റെ ഓരോ അടവും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറയുമ്പോൾ, അടവോ? ഞാൻ എന്താ അടവായിട്ടാടി നിൻ്റെ അടുത്ത് വരേണ്ടതെന്ന് ചോദിച്ചു. നീ അത്ര നല്ലവളൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കൂടുതലും നല്ലവള ചമയാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നല്ലവളായിരിക്കില്ല, പക്ഷെ ഹരിയേട്ടനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ, അപ്പോൾ പിന്നെ ഹരിയേട്ടനും കൂടുതൽ എൻ്റെ മുന്നിൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അതേ, ഇപ്പോഴും നിൻ്റെ ഭാവി എൻ്റെ കയ്യിലാണെന്ന് ഹരി പറയാം. ഹരിയേട്ടൻ്റെ കയ്യിലോ? ആര് പറഞ്ഞു എന്ന് ബബിത ചോദിക്കുമ്പം, നീ എന്താ വിചാരിച്ചേ എൻ്റെ ഫോൺ അങ്ങ് എടുത്തുകൊണ്ട് പോയി ഇടിച്ചു പൊട്ടിച്ച് കളയുമ്പോഴത്തേക്കും അതിലുള്ളതെല്ലാം അങ്ങ് പോകുമെന്നോ? അങ്ങനെയൊന്നും പോയിട്ടില്ല മോളെ. അങ്ങനെ പോവില്ല എന്ന് ഹരിയേട്ടനോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാനത് വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫോണിലത് കിടപ്പും ഉണ്ടായിരുന്നു. എനിക്ക് തിരിച്ച് ഞാൻ വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ആ സാധനം കിട്ടുകയും ചെയ്തു. അതിപ്പോഴും ഭദ്രമായി എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. നിൻ്റെ തലയ്ക്ക് മീതെ ആടുന്നൊരു വാളായിട്ട്. നീ അതുകൊണ്ട് കൂടുതൽ വലിയ ആളാവാനൊന്നും ശ്രമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഹരി പിന്നെയും ബബിതയെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. പക്ഷെ ബബിതയാണെങ്കിൽ അതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല കേട്ടോ. ബബിതയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളൊരിതിൽ ഇവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വെറുതെ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന കാര്യമൊക്കെ പറയുമ്പം, ആര് പറഞ്ഞു നിന്നോടൊന്നും ചോദിച്ചുകൊണ്ട് ഹരി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു. പക്ഷെ ഹരിയുടെ ഒരു ഇതിനും അവൾ സമ്മതിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് വലിയ തട്ടലും മുട്ടലില്ലാതെ പോകാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഹരിയേട്ടനെ ഇഷ്ടമുള്ളതുപോലെ ഹരിയേട്ടൻ ചെയ്തോളാൻ പറഞ്ഞു. എനിക്കതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഹരിയേട്ടനെ എനിക്ക് ഇഷ്ടമല്ല, ഹരിയേട്ടനെ എനിക്ക് വെറുപ്പാ, അറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത കുറേ ഡയലോഗുകളൊക്കെ ഹരിയുടെ മുന്നിൽ ഇറക്കിയിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇവന് ഭയങ്കര ദേഷ്യം. എന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇവളാ ഞാൻ എന്നും പറഞ്ഞു. കാരണം ഈ ഹരി വിളിക്കുന്നിടത്തൊന്നും ബബിതയെ കിട്ടുന്നില്ല. ഒരു കാര്യത്തിനും ബബിത അമ്പിനും മില്ലിനും അടുക്കുന്നുമില്ല. ഇവൻ അതിൻ്റെ കലിപ്പിൽ നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇവള് താഴേക്ക് ഇറങ്ങി ചെന്നപ്പം രാജീവനും അതുപോലെ കമൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം, ആൻറ്റി അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളെന്നാൽ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ഞെട്ടി. ഇന്നലെ വരെ പോകുന്നില്ലെന്ന് പറഞ്ഞവൾ ദേ ഇന്ന് രാവിലെ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഇവർ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. നീ എന്താ ഇപ്പോൾ പറഞ്ഞേ? ഞങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന്? അതെന്തിനാ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം മാറ്റം? ഇന്നലെ വരെ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ, പിന്നെന്താ ഇപ്പം ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, എന്നായാലും പോകണ്ടേ അങ്കിളെ, എപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ പറ്റില്ലല്ലോ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും ബാധ്യതയായിട്ട് ഞങ്ങൾ എത്ര നാളിങ്ങനെ, ഞങ്ങളുടെ വീട് അവിടെയല്ലേ, ഞങ്ങളുടെ അച്ഛൻ അവിടെയല്ലേ എന്നൊക്കെ ചോദിച്ചു. നിനക്കിത് എന്നാ പറ്റിയേ? അപ്പോഴത്തേക്കും ഹരി ഇതെല്ലാം മേളിൽ നിന്ന് കേൾക്കുക. ഇവളെല്ലാം തോലച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ നിൽക്കുക. ഇവനെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത്. അത് വീട്ടുകാർക്ക് അറിയാൻ പാടില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ബബിത ഇങ്ങനെ ഇവരോട് സംസാരിക്കുമ്പം, അല്ല അപ്പോൾ ഇന്നലെ വരെ നിനക്ക് അലീനയുള്ള വീട്ടിലേക്ക് പോകാൻ പേടിയായിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടമല്ലായിരുന്നു? അലീനയെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? ഇപ്പം നിനക്ക് അലീനയെ ഇഷ്ടമായെന്ന് ചോദിച്ചു. അവളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടൊന്നും അല്ല. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പോകാമെന്ന് വെച്ചതാണെന്ന് പറഞ്ഞു. ഇനി അവിടെ ചെന്ന അച്ഛൻ നിന്നെയൊക്കെ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയാവുമെന്ന് ചോദിക്കും. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനതൊക്കെ സഹിച്ചോളാം. ഒന്നുമില്ലെങ്കിൽ എൻ്റെ അച്ഛനല്ലേ, വേറെ ആരും അല്ലല്ലോ. ഞങ്ങളെ വഴക്ക് പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ അച്ഛനുണ്ടെന്നൊക്കെ പറഞ്ഞ് നേരെ തലകീഴായി മറിഞ്ഞ് സംസാരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഇതെന്നാ പറ്റിയെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം, ഇന്ന് തന്നെ നിങ്ങൾ പോകാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ബബിത തടി തപ്പാനായിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ പോവും. അപ്പം അന്ന് ബാലചന്ദ്രൻ പറഞ്ഞു, സ്വന്തം വീട്ടിൽ കിട്ടുന്ന മര്യാദയും അല്ലെങ്കിൽ സംരക്ഷണവും മറ്റൊരു വീട്ടിൽ കിട്ടില്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ എത്രയോ സത്യമായി. ആ ഒരു ഇതിലാണ് ബബിത ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ബബിത അവിടെ നിന്ന് പോകാനായിട്ട് സാധനങ്ങളൊക്കെ എടുക്കാനും മുകളിലൊക്കെ ചെന്നപ്പോൾ ഇവനവിടെ ഈ ഹരി മുകളിൽ നിൽപ്പുണ്ട്. ഹരി എന്നിട്ട്, നീ രണ്ടും കൽപ്പിച്ചാണല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെ. ഹരിയേട്ടൻ്റെ ഒരു വേഷം കെട്ടും എൻ്റെ അടുത്ത് നടക്കില്ല. ഹരിയേട്ടൻ കൂടുതൽ കളിച്ചാൽ ഹരിയേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇവനെ പേടിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ബബിത മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴെല്ലാം ഹരി ഇങ്ങനെ കലികേറി ഇങ്ങനെ നിൽക്കുകയാണ്. കിട്ടിയ അവസരം മുതലെടുത്ത് ഒരു തവണ കാര്യം സാധിച്ചെടുത്താൽ പിന്നെ ഇവന് കാര്യം സാധിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ളതിലാണ് ഇവൻ നിൽക്കുന്നത്. അപ്പോൾ മകൻ്റെ മടുത്തരം മോൻ്റെ തനിക്കണോ അറിയാതെ അമ്മയാണെങ്കിൽ താഴെ നിന്നിങ്ങനെ
മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്ന നേരം കൊണ്ട് സ്വന്തം മക്കളെ നേരെയാണോ എന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനൊന്നും നടക്കില്ലല്ലോ. എന്തായാലും കമലയ്ക്ക് സമാധാനമായി. ആശ്വാസമായി. പോവുകയാണെങ്കിൽ പോട്ടെ, നമ്മൾ ഇറക്കി വിടാതെ അവർ സ്വയം ഇഷ്ടത്തോടു കൂടി അങ്ങ് പോവുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഇതിപ്പോൾ അവരായിട്ട് തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തായാലും നമ്മളെ ആരും ഒന്നും പറയുകയില്ല, അവരുടെ ഇഷ്ടത്തിന് പോയതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോഴേക്കും പറഞ്ഞു, അമ്മ പോകുന്നതല്ലേ, ആ കൂട്ടത്തിൽ അമ്മ, അതായത് മക്കൾ പോകുന്നതല്ലേ, ആ കൂട്ടത്തിൽ എന്ന് പിന്നെ അമ്മയും കൂടെ പറഞ്ഞു വിട്ടാലോ എന്ന് കമല ചോദിക്കുമ്പോൾ ശിവനിങ്ങനെ ഒരു നോട്ടമൊന്ന് നോക്കി. അപ്പോൾ ഇവള് പുറവെത്തുമ്പോൾ തന്നെ വാഴ വെട്ടുന്നവളാണെന്നുള്ളത് അപ്പോഴേക്കും ശിവൻ്റെ നോട്ടത്തിൽ കിട്ടും എന്നുള്ളത് കമലയ്ക്ക് മനസ്സിലായി. കമല എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ ഇപ്പോൾ കൊണ്ട് വിടുവാണെങ്കിൽ അമ്മയും കൂടെ കൊണ്ട് ചെല്ലുമ്പം പിള്ളേർക്ക് അതിൻ്റെ ഒരു നാണക്കേട് അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടാവത്തില്ലല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചോളൂ, അതിനപ്പുറം ഞാനൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗൊക്കെ ഇറക്കുന്നു. അങ്ങനെ എന്തായാലും ബബിത തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നെടുത്തു. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി സ്കോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാലനാണ്. ഇനി വെറും അടിമയെ പോലെ ബാലൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അലീനെ അനുസരിച്ച് ഈ ബബിതയൊക്കെ അവിടെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.